പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. വളരെ രസകരമായ ഒരു വീഡിയോ കാണാനിടയായി. ഇനി ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ഹൈടെക് ഖബറാണ് വന്നിരിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് പലതും മാറിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഖബറും മാറി എന്നറിഞ്ഞപ്പോൾ, അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചെന്ന് കണ്ടതാണ്. കൊള്ളാം, നല്ല ഖബറാണ്. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഇന്നത്തെ കാലഘട്ടത്തിന് കണക്കായ ഖബർ. AC-യും DC-യും സോളാർ പാനലും പിന്നെ ഖുർആൻ കേൾക്കാൻ വേണ്ടി സ്പീക്കറും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഖബർ. പിന്നെ നമുക്ക് ഖബറിലെ സംശയങ്ങളും തീർക്കാം. ഖബറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഒരു ക്യാമറയും ഘടിപ്പിക്കാം. അപ്പോൾ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നും അറിയാൻ പറ്റും. അപ്പോൾ എഴുതിയ കിതാബുകളൊക്കെ മാറ്റേണ്ടി വരും. ഇനി ഖബറിലുള്ള അദാബുകളൊക്കെ നമ്മൾ പുറത്തുവിടാൻ പോവുകയാണ്. ആളുകളുടെ സൗകര്യമനുസരിച്ച് ശ്മശാനത്തിൽ കാണുന്ന ശവകല്ലറകളൊക്കെ മാറിയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. VIP-കളുടെയൊക്കെ ശവകല്ലറകൾ കാണാൻ നല്ല ഭംഗിയുള്ള വില കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ശവകുടീരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമാ നടന്മാരതും പിന്നെ മന്ത്രിമാരും അങ്ങനെ VIP-കളുടെയൊക്കെ ശവകല്ലറകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഖബർ ആദ്യമായിട്ട് കാണുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കാലത്തിന്റെ അനുസരിച്ച് പലതും മാറിയിട്ടുണ്ട്. ഖബർ ആദ്യമായിട്ടാണ് മാറിയിട്ട് കാണുന്നത്. മുസ്ലിങ്ങളെ അവഹേളിക്കാനാണ് ഈ ഒരു വീഡിയോ ഇട്ടതെങ്കിൽ മണ്ടന്മാർക്ക് തെറ്റിപ്പോയി. ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെറും മണ്ടന്മാർ ചെയ്തു വെച്ച പണിയാണെന്ന് മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്കെന്നല്ല സാധാരണക്കാർക്കും മനസ്സിലാകും. ഇസ്ലാം മതവിധികളെ, അതിൻ്റെ ചട്ടക്കൂടുകളെ ഈ ഒരു ഖിയാമത്ത് നാൾ വരെ അത് മാറില്ല എന്ന് വിശ്വാസികൾക്കും അറിയാം, അല്ലാത്തവർക്കും അറിയാം. പക്ഷെ ഇത് ഉണ്ടാക്കിയ മണ്ടന്മാർക്കറിയില്ല. പല ശവകല്ലറകളും കാലത്തിനനുസരിച്ചും പണത്തിന്റെ മികവിലും മാറിയിട്ടുണ്ടാകാം. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാള് വരെ അത് മാറില്ല എന്ന് ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ. ഇതേതോ ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ ശവക്കല്ലറയുടെ വീഡിയോ എടുത്ത് മുസ്ലിങ്ങളെ അവഹേളിക്കാൻ ഇട്ടതാണെന്നൊക്കെ പറയുന്നു. സംഭവം അത് ക്രൈസ്തവ സഹോദരന്മാരുടെ ശവകല്ലറ തന്നെയാണ്. പക്ഷെ ഈ സംസാരിക്കുന്നത് അവരുടെ ആളുകൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തെന്നാലും മണ്ടന്മാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിനെതിരെ പ്രതികരിച്ച് ഒരുപാട് വീഡിയോകളുണ്ട്, അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ കുറച്ച് കാണിച്ചുതരാം. വേണ്ടിട്ട് ഓർഡർ ആക്കിയിട്ട് ചെയ്യുന്നുള്ള ഖബർസ്ഥാനാണ് ഇത്. ഖബറിന്റെ മേലെ വെക്കുന്ന കല്ലിന് പകരം ഇങ്ങനത്തെ 22,000 ചിലവ് വരുന്നുണ്ട്. സോളാർ എടുക്കും. പിന്നെ സോളാറെല്ലാം പക്ഷെ ഞങ്ങൾക്ക് ടൈം കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ ഫോട്ടോസ് എടുക്കാൻ വിട്ടുപോയി. ഇത് ഉണ്ടാക്കിയത് നമ്മളൊരു ചങ്ങായന്നെ, ഒരു പയ്യനെ. ഇപ്പൊ ഞാൻ ഗ്രാനൈറ്റ് എടുക്കാൻ പോയിട്ട് നമ്മൾ അവിടുന്ന് ഓൻ ഉണ്ടാക്കിയ സാധനം കാണിച്ചു തന്നെ എനിക്ക്. ഇപ്പൊ ഒരു കുണ്ടൻ കൊയ്ത്ത് വലിയൊരാൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഫുൾ ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ്, നല്ല കല്ലാണ്. എന്നിട്ട് ഖബർസ്ഥാനിൽ വെച്ചിട്ട് ഇതിപ്പോ ക്രിസ്ത്യാനികളെല്ലാം ചെയ്യുന്ന പോലത്തെ സംഭവം. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ 4 സ്പീക്കർ, 4 വാൾസ് ഉണ്ട്. അപ്പോൾ ഓത്ത് എപ്പോൾ റണ്ണിങ് ഉണ്ടാവും. ഈ സോളാർ സിസ്റ്റമിൽ ഈ ഓത്ത് അത് ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ള ഒരു ബാറ്ററി വെച്ചിട്ട് അത് ഫുള്ള് റണ്ണിങ് എനി ടൈം ഓത്ത് കേട്ടുകൊണ്ട് ഉണ്ടാവും. അതാണ് സംഭവം. ഈ ഖബറിനകത്ത് നല്ല ക്യാമറ, നല്ല പവർ കൂടിയ ക്യാമറ വെക്കണം. പിന്നെ നല്ല ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെട്ടം കാണാം. ഫാൻ AC കൊടുത്തു കഴിഞ്ഞാൽ വെട്ടം കാണാം, AC ഉണ്ടാവും. പിന്നെ ചൂടടിക്കുകയല്ല. പിന്നെ അകത്ത് വരുന്ന മലക്കളെ കാണുകയും ചെയ്യാം, അവരുടെ ശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കുകയും ചെയ്യാം. നമുക്ക് ക്യാമറ വെച്ചിട്ട് മുകളിൽ വലിയൊരു LED വലിയ. എന്റെ പൊന്നുമോനെ, ഇന്ന് അവഹേളിച്ചും അപമാനിച്ചും ഞാനാണെന്നുള്ള ഭാവത്തിൽ നടന്നവരൊക്കെ ഇന്ന് മണ്ണിനടിയിലാണുള്ളത്, അല്ലെങ്കിൽ കത്തിച്ചാമ്പലാക്കിയിട്ടാണുള്ളത്. അവസാന ഒരു ഘട്ടമുണ്ട്, ആ സമയത്താണ് നീയൊക്കെ ഓർക്കുക. അല്ലെങ്കിൽ ചെറിയൊരു രോഗം വന്നാൽ നീയൊക്കെ ആദ്യം ഓർക്കുക നിന്റെ മരണം തന്നെയാണ്. ഒരു മുള്ളു മതി നിന്നെയൊക്കെ തളർത്താൻ. പടച്ചുറബ് കാക്കട്ടെ, നല്ല ബുദ്ധി തരട്ടെ. വേറൊരു ഇന്നത്തെ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എറണാകുളം ചോറ്റാനിക്കരയിൽ ഈ പൂട്ടിക്കിടക്കുന്ന ഫ്രിഡ്ജിനുള്ളിൽ തലയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയത്രേ.
സാധാരണ നമ്മളൊക്കെ പൂട്ടിയിട്ട ഫ്രിഡ്ജിൽ കാണുന്നത് എന്തായിരിക്കും? നമ്മൾ പാചകത്തിന് വേണ്ടി വെച്ച എന്തെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും. പക്ഷെ ഇത് കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യരുടെ തലയോട്ടിയും അസ്ഥിയും. മനുഷ്യർ തന്നെ മനുഷ്യരെ കൊല്ലുകയും അതിക്രൂരമായി ആ ശവത്തോട് പെരുമാറുകയും ചെയ്യുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് മനുഷ്യരെന്ന് പറയുക? മൃഗങ്ങളുടെ ബുദ്ധിയും അവരുടെ ശീലങ്ങളുമുള്ള ഇവരെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല. കേടായ ഫ്രിഡ്ജിനുള്ളിൽ ബിഗ് ഷോപ്പറിൽ സൂക്ഷിച്ച നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയതത്രേ. 20 വർഷമായി ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നത്. കുറെ കാലങ്ങളോളം പൂട്ടിയിട്ടതായതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറ്റിയിരിക്കുകയാണ് അവര്. അത് പൊതുവെ പൂട്ടിയിട്ട വീടൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഇത്ര കാലമായിട്ട് പൂട്ടിയിട്ട വീട് അവിടെയുള്ള നാട്ടുകാർക്ക് ഇപ്പോഴാണ് പരാതി നൽകാൻ തോന്നിയത്. മനസ്സിലായോ? അങ്ങനെ പരാതി നൽകിയ ഉടൻ തന്നെ പോലീസ് പരിശോധനകൾ നടത്തി. അങ്ങനെ പോലീസിന്റെ പരിശോധനയിലാണ് ഫ്രിഡ്ജിനുള്ളിൽ തലയോട്ടിയും അസ്ഥിയും കണ്ടെത്തിയത്. ഒരു മൃഗത്തിന്റെ അല്ല, മനുഷ്യന്റെ. അതും വെറ്റിലയിലെ ഒരു ഡോക്ടറുടെ ഉടമസ്ഥയിലുള്ള വീടാണത്രേ. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതേസമയം ഈ തലയോട്ടിക്ക് എത്രത്തോളം പഴക്കമുണ്ടെന്ന് വ്യക്തമാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതിനെ തുടർന്ന് വ്യക്തമായ ഒരു അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. പോലീസ് എന്തായാലും കണ്ടുപിടിക്കും. അപ്പോൾ ഇന്നത്തെ ഞെട്ടിക്കുന്ന വാർത്ത ഇത് തന്നെ അല്ലേ? ഹൈടെക് കവറും പിന്നെ ഫ്രിഡ്ജിനുള്ളിൽ കാലങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യന്റെ തലയോട്ടിയും ഭാര്യയിലും. എന്താ ചെയ്യുക? മനുഷ്യന്മാരെ കൊന്നു തിന്നുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളൊക്കെ താമസിക്കുന്നത്. സൂക്ഷിച്ചോ. നമ്മുടെയൊക്കെ മക്കളെ സൂക്ഷിച്ചോ. അവരെയൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മുടെ വഴിക്ക് നമ്മൾ കൊണ്ടുവരണം. അതിന് നമ്മൾ ആദ്യം മാതൃകയാവണം. അവർക്കൊരു മാതൃകയാവേണ്ടത്, ഒരു അധ്യാപകനാകേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രായം, നമ്മൾ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന, നമുക്ക് അടിക്കാൻ തോന്നാത്ത ആ ഒരു പ്രായം, ആ ഒരു പ്രായത്തിൽ അവരെ അനുസരിപ്പിക്കണം. അധികാലം ആ ഒരു പ്രായത്തിൽ മക്കളെ കൊഞ്ചിക്കുകയും ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ ആ ഒരു പ്രായത്തിലാണ് നമ്മൾ മക്കളെ അനുസരിപ്പിക്കേണ്ടത്. ആ ഒരു പ്രായമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന പ്രായം, നമ്മൾ അടിച്ചാൽ തിരിച്ചടിക്കാത്ത ആ ഒരു പ്രായം. അത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഉപദേശിച്ചിട്ട് യാതൊരു കാര്യമില്ല. അടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചടിക്കും. ആ ഒരു പ്രായം വരെ നമ്മൾ കാത്തു നിൽക്കരുത്. ആ ഒരു ചെറിയൊരു പ്രായം നമ്മൾ എന്തു പറഞ്ഞാലും എടുക്കും അവർ. ഒരു തീക്കനൽ എടുക്കാൻ പറഞ്ഞാലും അവരെടുക്കും. ആ ഒരു പ്രായം നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗിക്കണം. ഒന്നാമത് ആൺകുട്ടികൾ മോശമാകുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പെൺകുട്ടികൾ മോശമാകുന്നത് മനസ്സിലാക്കാൻ ഒരുപാട് പാടാണ്. അവരെല്ലാം മനസ്സിലങ്ങ് ഒതുക്കി വെക്കുക. പക്ഷെ ആൺകുട്ടികൾ അങ്ങനല്ല, എല്ലാം തുറന്നങ്ങ് കാണിക്കും. കുട്ടികൾ പാവം പോലെ കാണിച്ച് അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അതിൽ. ഈ പാവം പോലെ നിൽക്കുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരെയാണ്. എന്നുവെച്ചാൽ അവരെ എത്രയും പെട്ടെന്ന് വലയിൽ വീഴ്ത്താൻ പറ്റും. ഈ പാവം പോലുള്ള കുട്ടികൾ എല്ലാ കെണിയിലും പെടും. ഈ മയക്കുമരുന്ന് പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഈ പാവം പോലുള്ള കുട്ടികളാണ് അതിലൊക്കെ കെണിയുന്നത്. അവരെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കെണിക്കാൻ പറ്റുന്നതും. എടാ ഇതൊന്ന് അവിടെ കൊണ്ടുകൊടുക്കടാ എന്ന് പറഞ്ഞാൽ അവർ വേഗം അനുസരിച്ച് അത് കൊണ്ടുകൊടുക്കും. എടാ ഇതൊന്ന് രുചിച്ച് നോക്കടാ എന്ന് പറഞ്ഞാൽ അവർ വേഗം അത് രുചിച്ച് നോക്കും. പിന്നെ അതിന് അഡിക്റ്റ് ആവും. പിന്നെയാണ് അവർ മാറി മറിഞ്ഞു വരിക. നമ്മുടെ വീട്ടിലെ പാവം മക്കൾ പിന്നെ നമ്മളെയൊക്കെ അടിക്കുന്ന രൂപത്തിലായിരിക്കും ആ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാവുക. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ, നല്ല മക്കളാക്കട്ടെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം അവർക്ക് കൊടുക്കട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വാലിഹങ്ങളായ സ്വാലിഹത്തായ മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളെയൊക്കെ. എല്ലാവരും മക്കളെ ശ്രദ്ധിക്കണം. മക്കളാണ് നമ്മുടെ ഭാവി. മക്കളായിരിക്കണം നമ്മുടെ വഴികാട്ടി. നമ്മൾ അവർക്കൊരു മാതൃകയും. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.